ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ നിസാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പൊ വൈവ ക്വസ്റ്റ്യൻസ്, അതായത് ഒരു പ്രാക്ടിക്കൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ചോദ്യം ചെയ്യലുണ്ട് അല്ലെ. അപ്പം ഒരു പ്രാക്ടിക്കൽ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യലാണ്. നിങ്ങൾക്ക് എല്ലാം അറിയാമോ ഇല്ലയോ എന്നുള്ള ടെസ്റ്റ് ആണ്, നിങ്ങൾ കാണാൻ പഠിച്ചതാണോ എന്നുള്ളൊരു ടെസ്റ്റ് മാത്രമാണ് വൈവ എന്ന് പറഞ്ഞാൽ. അതിന് മാർക്കുണ്ട്. സോ ഒരിക്കലും മാർക്ക് മിസ്സാക്കല്ല, അത്രയും മാർക്ക് ഒരിക്കലും മിസ്സാക്കല്ല. അപ്പം എന്താണ്, ഏതൊക്കെയാണ് വൈവ ക്വസ്റ്റ്യൻസിന് നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് പല സ്റ്റുഡൻസും കമന്റ് ബോക്സിൽ പറയാറുണ്ട്, സാറേ നിങ്ങൾക്കാണെങ്കിൽ ചെയ്യാൻ, ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു സാറേ, പറയാൻ അറിയാം ചെയ്യാൻ അറിയത്തില്ല എന്നൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പം പല സ്റ്റുഡൻസും പറഞ്ഞു, സാറേ എനിക്ക് പറയാനും അറിയാം, എനിക്ക് പ്രോഗ്രാം പറയാനും അറിയത്തില്ല ചെയ്യാനും അറിയത്തില്ല സാറേ, രണ്ടും അറിയത്തില്ല, രണ്ട് കാറ്റഗറി ഞാനില്ല സാറേ. ഓക്കെ, അതുകൊണ്ട് എന്താ പറയാ, ഇനി ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാല് ഇനി മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, ജസ്റ്റ് എഴുതി അങ്ങ് പഠിക്കുക. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, എഴുതി അങ്ങ് പഠിക്കുക. പ്രോഗ്രാം റെക്കോർഡിലുള്ള പ്രോഗ്രാംസ് എല്ലാം അങ്ങ് എഴുതി പഠിക്കുക. എഴുതി പഠിച്ചിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾ ലാബ് ചെയ്യുന്നതാണ്, ലാബ് നിങ്ങളുടെ ഒന്നെങ്കിൽ മൊബൈൽ ഫോൺ ആണെങ്കിൽ മൊബൈൽ ഫോൺ നമുക്ക് എന്താണ് മൊബൈൽ ഫോൺ ചെയ്യാനുള്ള ടെക്നിക്ക് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ ചെയ്തു നോക്കുക. അല്ലെങ്കിൽ ലാപ്പ് ഉണ്ടെങ്കിൽ ലാപ്പ് ചെയ്തു നോക്കുക. എന്നിട്ട് പോയി ചെയ്യുക. നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, ധൈര്യമായിട്ടിരിക്കുക. നിങ്ങളെ ആരും ഉറ്റി നോക്കൊണ്ടിരിക്കുമൊന്നുമില്ല കേട്ടോ. അല്ല നിങ്ങളുടെ സ്കൂള് മൊത്തം നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമൊന്നുമല്ല CCTV ക്യാമറ വെച്ചുകൊണ്ട് കേട്ടോ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ കഷ്ടപ്പെടുക. ദെൻ ഉറക്കം വിളിച്ചൊക്കെ എന്താണ്, ജസ്റ്റ് ഉറക്കമൊക്കെ മാക്സിമം കുറച്ചൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട്, കാരണം അനാവശ്യമായിട്ടുള്ള ഉറക്കം 8 മണിക്കൂർ ഉറങ്ങണം. അനാവശ്യമായിട്ടുള്ള ഉറക്കം ഉണ്ടല്ലോ, രാവിലെ എഴുന്നേറ്റിട്ടാണെങ്കിൽ പുസ്തകം കാണുമ്പോൾ ഉറക്കം. അപ്പൊ ആ ഉറക്കമൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യടാ, നേരെ പഠിത്തത്തിലോട്ട് നടക്കുക, പ്രാക്ടിക്കലോട്ട് നടക്കുക. എന്തൊക്കെയുണ്ട് ലാബ്? നിങ്ങൾക്ക് CS ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട് അല്ലെ, ബയോളജി ഇല്ലല്ലോ. യെസ്, മാത്സും ഉണ്ട് അല്ലെ, 4 സബ്ജക്ട് ഉണ്ട്. ഓക്കെ, അതിൽ 2 സബ്ജക്ട് കമ്പ്യൂട്ടർ ചെയ്യുന്നില്ല, എനിക്കൊന്ന് മാത്സും കമ്പ്യൂട്ടർ ചെയ്യുന്നെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല, നമുക്ക് വൈവ ക്വസ്റ്റ്യൻസിലോട്ട് പോവുകയാണ്. വൈവ ക്വസ്റ്റ്യൻസ് പറഞ്ഞാല് നിങ്ങൾ കിട്ടിയ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്. ഇപ്പൊ C++ഉം HTML കിട്ടിയെങ്കിൽ ആ C++HTML ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഈ C++HTML എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പഠിച്ച കാര്യങ്ങളുണ്ടല്ലേ, അതങ്ങ് എടുത്ത് ചോദിക്കും. വേറെ പരിപാടിയൊന്നും ഇല്ല, അല്ലാതെ ഔട്ട് ഓഫ് സിലബസ് എടുത്ത് ചോദിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങൾക്ക് എന്താണ് HTML, എന്താണ് PHP എങ്ങനെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യും, വാട്ട് യു മീൻ. ഓക്കെ, നിങ്ങൾ പറയൂ PHP എങ്ങനെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാം എന്നും സാറ് ചോദിക്കുന്നില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ടഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല. നിങ്ങൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് സാർമാർക്ക് അറിയാതെ നിങ്ങളുടെ ഒരു ഇതൊക്കെ അറിയാം. അതായത് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് എന്താണ് മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ ചോദിക്കത്തുള്ളൂ, അല്ല ഔട്ട് ഓഫ് സിലബസ് ചോദിക്കത്തില്ല. വൈവ് എന്ന് പറയുന്നതാണ് കേട്ടോ, അല്ലാതെ പ്രോഗ്രാം ഫുള്ള് നിങ്ങൾ കാണാൻ പറയിപ്പിക്കത്തൊന്നുമില്ല. ഒരു കുട്ടി കമന്റ് ചെയ്തായിരുന്നു, സാറേ പ്രോഗ്രാം കാണാൻ പറയിപ്പിക്കുക വൈവയിൽ. ഇല്ല, വൈവ് പറയിപ്പിക്കത്തില്ല കേട്ടോ. വൈവയിലാണെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് മാത്രം. യെസ്, ഞാൻ നമ്മുടെ വൈവ ക്വസ്റ്റ്യൻസിലോട്ട് പോവുകയാണ്. യെസ്, സ്വാഗതം. ഫസ്റ്റ് ഇയർ, വാട്ട് യു മീൻ ബൈ ടോക്കൺ. ഫസ്റ്റ് ഇയറിംഗിൽ പഠിച്ചിട്ടുള്ള വാട്ട് യു മീൻ ബൈ ടോക്കൺ. ഓക്കെ, എന്താണ് ടോക്കൺ എന്ന് പറയാം? ടോക്കൺ എന്ന് പറയാൻ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദി പ്രോഗ്രാം ആണ്. അതങ്ങ് പറഞ്ഞു കൊടുക്കുക. ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദി പ്രോഗ്രാം ഇസ് എ ടോക്കൺ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ദെൻ ടോക്കൺസ് എത്ര ടൈപ്സ് ഉണ്ട്? 5 ടൈപ്സ് ഉണ്ട്. കീവേഡ്സ് ഏതൊക്കെയാണ് മക്കളെ? കീവേഡ്സ്, ഐഡന്റിഫൈസ്, ഫിൽറ്റേഴ്സ്, പഞ്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. കൂടുതലൊന്നും പറയണ്ട, കൂടുതൽ അങ്ങ് എന്താ പറയാ, കൂടുതൽ സാറ് ചോദിച്ചാൽ എന്താണ് കീവേഡ് എന്ന് ചോദിച്ചാൽ എന്താണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. സാർ ഇങ്ങനെ വയ്ക്കും, എന്താണ് ഇങ്ങനെ വയ്ക്കും, വാട്ട് യു മീൻ ബൈ ടോക്കൺ. ഇപ്പൊ ടോക്കൺ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദി പ്രോഗ്രാം. അപ്പൊ അത് ചിലപ്പോൾ എന്താണ് സാർ എന്താണ്, ചിലപ്പോൾ അത് നീ പറഞ്ഞോണ്ട് എന്താണ്, ചിലപ്പോൾ സ്കിപ്പ് അടിക്കും, ചിലപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകും, ലിസ്റ്റ് പറയാൻ പറഞ്ഞില്ല. ഇപ്പൊ അത് പറഞ്ഞില്ലെങ്കിൽ സാറ് ചോദിക്കും, ഇനി ഏതെങ്കിലും ടൈപ്പ് ഓഫ് ടോക്കൺ നിനക്ക് അറിയാമോ? ഓക്കെ, ഒന്ന് പറ, അതെങ്കിലും ഒന്ന് പറയൂ, ഏതെങ്കിലും ടൈപ്പ് ടോക്കൺ ഒന്ന് പറയൂ. അപ്പൊ സാറ് ചിലപ്പോൾ ക്ലൂ ഒക്കെ തരും. ഓക്കെ, ഫസ്റ്റ് കീവേഡിനായിരിക്കും, ഫസ്റ്റ് K കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും, ഡിയിൽ അവസാനിക്കും. അങ്ങനെ ക്ലൂ ഒക്കെ തന്ന സാറന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്നിട്ട് മാക്സിമം എന്ത് ചെയ്യടാ, പഠിച്ചോണ്ട് പോവുക കേട്ടോ, ഒരു ക്വസ്റ്റ്യൻസും അറിയാതെ പോവല്ല. നെക്സ്റ്റ് മക്കൾ എന്താണ്, എക്സ്പ്ലെയിൻ റൂൾസ് ഓഫ് ഐഡന്റിഫയേഴ്സ് ചോദിക്കാറുണ്ട്. റൂൾസ് ഓഫ് ഐഡന്റിഫയേഴ്സ്. ഓക്കെ, റൂൾസ് ഓഫ് ഐഡന്റിഫയേഴ്സ് മക്കളാണ് ഫസ്റ്റ് ലെറ്റർ ആൽഫബറ്റ് കൊണ്ട് അണ്ടർസ്കോർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഐഡന്റിഫയർ എന്തൊക്കെ മാത്രമേ കാണത്തുള്ളൂ മക്കളെ? ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, സ്പെഷ്യൽ സിമ്പിൾസ് മാത്രമേ കാണത്തുള്ളൂ, വേറെ ഒന്നും കാണത്തില്ല. ഓക്കെ, കേസ് സെൻസിറ്റീവ് ആയിരിക്കും, കീവേഡ്സ് ഒരിക്കലും യൂസ് ചെയ്യാറില്ല എന്നുള്ള റൂൾ ഉണ്ട്. പിന്നെ എന്താണ് മക്കളെ, പിന്നെ ആണെങ്കിൽ കീവേഡ്സ് ഒരിക്കലും യൂസ് ചെയ്യത്തില്ല. പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും വൈറ്റ് സ്പേസും അലൗഡ് അല്ല ഇവിടെ ഐഡന്റിഫയേഴ്സ്. ആ റൂൾസ് ഒക്കെ ഇത് പറഞ്ഞു കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് ഇൻ C++. ഇന്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ വേർഡ്. ഇന്റിജേഴ്സ് ആണെങ്കിൽ ഇന്റ് കൊടുക്കുക, ഫ്രാക്ഷൻ നമ്പേഴ്സ് ആണെങ്കിൽ ഫ്ലോട്ട് കൊടുക്കുക, ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ക്യാർ കൊടുക്കുക അല്ലേ. യെസ്, അതൊന്ന് പറഞ്ഞു കൊടുക്കുക, സാറിനൊക്കെ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ആ ഒരു ഇതാണ് സാറിന് വേണ്ടത്. കാരണം നിങ്ങൾ ചടപടയെന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്, അല്ല വേറൊന്നുമില്ല. നിങ്ങൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് നെയിം ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇൻ C++. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് മക്കളെ ആൻഡ് അതാണ്, ആൻഡ് ഓർ നോട്ട് അല്ലെ, ആൻഡ് ഓർ നോട്ട്, ഇതൊക്കെ എന്ന് പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, അത് വീണ്ടും എടുത്ത് ചോദിക്കുന്നേ ഉള്ളൂ സാർ കേട്ടോ. നിങ്ങൾക്ക് അറിയാമോ കാര്യങ്ങളൊന്നുള്ള പരീക്ഷണമാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമില്ല. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ടൈപ്പ് കൺവേർഷൻ. ടൈപ്പ് കൺവേർഷൻ മക്കളെയൊക്കെടാ, ഇംപ്ലിസിറ്റി ഉണ്ട്, എന്താണ് ഇംപ്ലിസിറ്റി ഉണ്ട്, എക്സ്പ്ലിസിറ്റി ഉണ്ട്.
കമ്പൈലർ ഓട്ടോമാറ്റിക്കലി ലോവർ ടൈപ്പിൽ നിന്ന് ഹയർ ടൈപ്പിലോട്ട് ഓട്ടോമാറ്റിക് ചെയ്യുന്ന കൺവേർഷൻ ആണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. എന്താണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ കമ്പൈലർ ഓട്ടോമാറ്റിക്കലി അല്ലേ ചെയ്യുന്ന പറഞ്ഞാൽ അതായത് പ്രോഗ്രാമർ ഡിസൈഡ് ചെയ്യും എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് അല്ലേ. അതാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ. അതൊന്ന് പറഞ്ഞു കൊടുക്കുക, സാറിന് പറഞ്ഞു കൊടുക്കട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം. വാട്ട് ഈസ് എൻട്രി കൺട്രോൾ ലൂപ്പ്? എന്താണ് എൻട്രി കൺട്രോൾ ലൂപ്പ്? മക്കളെ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും, പിന്നെ ആയിരിക്കും ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും, പിന്നെ ആയിരിക്കും ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സാർ എന്ത് ചെയ്യും? എൻട്രി കൺട്രോൾ ലൂപ്പ് സാർ ചോദിച്ചു. എന്നിട്ട് വൈവിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, സാറ് എന്താണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്? പറയടാ നീ അങ്ങനെ പറഞ്ഞിട്ട് പോകണ്ട. അപ്പം എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്താണ് മക്കളെ? അപ്പൊ സൈലത്തിൽ നമ്മൾ ഈ ക്ലാസ് കണ്ടപ്പോൾ സ്റ്റുഡൻസ് ഒരിക്കലും പറയാതെ പോകല്ലേ. എന്താണ് സാറ് ചോദിച്ചു? എൻട്രി കൺട്രോൾ ലൂപ്പ്. അപ്പോൾ സാറ് പിന്നെയും ചോദിക്കും എന്താണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്? എന്താണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്? ഒരു വട്ടം ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ആദ്യം ഫസ്റ്റ് ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ ആയിരിക്കും കണ്ടീഷൻ ചെയ്യുന്നത്. ഓക്കെ, അതിന് എന്ത് വിളിക്കാം? എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് വിളിക്കാം. അങ്ങനെയാണ് വൈ ചോദിക്കുന്നത്. ഇങ്ങനെ അടുപ്പിച്ച് ചോദിക്കും. അപ്പൊ നിങ്ങളിങ്ങനെ എന്താണ് നോക്കിയൊക്കെ ഇരിക്കും ഇങ്ങനെ എൻട്രി കൺട്രോൾ ലൂപ്പ്. ഓക്കെ, ഇങ്ങനെ എന്താണ് പറയാ, കോൺഫിഡൻറ്റോട് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. കോൺഫിഡൻസ് ഇല്ലാതെ അവരിങ്ങനെ ഓർത്ത് പറയുകയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻസോട് വരും. എന്താണ് അപ്പൊ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്? അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻസോട് വരാറുണ്ട്. നെക്സ്റ്റ് ഓഡ് വൺ ഔട്ട്. എന്താണ് ഓഡ് വൺ? ഇതിനകത്ത് മക്കൾ എന്താ? വൈല്, ഫോർ, ഡു വൈൽ. ഇതിനകത്ത് ഓഡ് വൺ ഔട്ട് മക്കൾ എന്താണ്? സാർ വയ്ക്കും. സാർ ഇങ്ങനെ പറയും വൈല് റൈറ്റ് ചെയ്യുന്ന എടുത്ത് കേട്ടോ. വൈല്, ഫോർ, ഡു വൈല്. ഇതിനകത്ത് സാറേ ഓഡ് വൺ ഔട്ട് എന്താണ്? അല്ലെ സാറേ നല്ല വിളിക്കുന്ന മോനെ അല്ലെങ്കിൽ മോളെ എന്ന് വിളിക്കുമായിരിക്കും. അപ്പൊ അല്ലെങ്കിൽ പേര് വിളിക്കുമായിരിക്കും. ഓക്കെ, ഇങ്ങനെ പറയുമ്പം എന്താ പറയാ, ഇതിനകത്ത് ഒറ്റയനാരാണ്. ഏതാണ് ഒറ്റയനാരാ മക്കളെ? ഡു വൈൽ. കാരണം ഡു വൈൽ എന്താണ്? അത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആണ് അല്ലെ. യെസ്, ഫൈലും ഫോറും ഇവിടെ. വൈലും ഫോറും എന്താണ്? എൻട്രി കൺട്രോൾ ലൂപ്പ് ആണ് അല്ലെ. എൻട്രി കൺട്രോൾ ലൂപ്പ് ആണ്. വൈലും ഫോറും എൻട്രി കൺട്രോൾ ലൂപ്പ്, ഡു വൈല് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. യെസ്, ഓർത്തിരിക്കാമല്ലോ. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഇസ് സിന്റാക്സ് ഓഫ് ഫോർ ലൂപ്പ്? ഫോർ ലൂപ്പ് സിന്റാക്സ് നമ്മളെ ഫോർ ഇനിഷ്യൽ ആണ്. ഫോർ ഇനിഷ്യലൈസേഷൻ അല്ലെ. ഫോർ ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, ബോഡി ഓഫ് ദി ലൂപ്പ്. ഓക്കെ, യെസ്, അതൊന്ന് പറഞ്ഞു കൊടുക്കുക. സാറിന് ജസ്റ്റ് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ എഴുതി കാണിക്കാൻ പറ്റില്ല എഴുതി കാണിക്കാം കേട്ടോ. സാറിന് അത് എന്തുവാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞു ഉത്തരം കിട്ടിയാൽ മാത്രം മതി. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഈസ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ C++? നമ്മുടെ വൈവേല് മക്കളെ ഈ പറഞ്ഞ നിങ്ങൾ ലൂപ്പ് ചോദിച്ചു. സാർ ആദ്യം എന്താണ്? സാർ എന്ത് ചോദിച്ചു? സാർ ആദ്യം എൻട്രി കൺട്രോൾ ലൂപ്പ് ചോദിച്ചു, എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ചോദിച്ചു. എന്നിട്ടാണെങ്കിൽ ഫോർ ലൂപ്പ് സിന്റാക്സ് ചോദിച്ചു. ഇതൊന്നും പറഞ്ഞില്ല, ഇതൊന്നും അറിയത്തില്ല അവന്. ഓക്കെ, ഒന്നും അറിയാത്ത ലാസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് ലൂപ്പ്? എന്താണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്? അതെങ്കിലും ഒന്ന് പറ. ഓക്കെ, അതും പറഞ്ഞില്ല എങ്കിൽ ചോദിക്കും നിനക്ക് വല്ലതും അറിയാവോ? മക്കളെ ആ ക്വസ്റ്റ്യനിലോട്ട് പോകല്ലേ. ആ ക്വസ്റ്റ്യനിലോട്ട് പോയി കഴിഞ്ഞാല് നിങ്ങളുടെ മാർക്ക് പോയി. എന്തെങ്കിലും പറയുക, കാരണം ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും ആൻസർ പറയുക. കാരണം നിങ്ങൾ 2 ഇയേഴ്സ് പഠിച്ചാണല്ലേ. ആ 2 ഇയേഴ്സ് പഠിക്കുന്നതിന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവിടെ ഇല്ലെങ്കിൽ, ഔട്ട്പുട്ട് ഇല്ലെങ്കിൽ അവിടെ മാർക്ക് കുറയും. സോ എന്ത് ചെയ്യുക? പഠിച്ചിട്ടേ പോകാവുള്ളൂ കേട്ടോ. യെസ്, ഇവിടെ ഒക്കെ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് C++. അപ്പം അത് എന്താണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞാൽ? ഒരു സ്പെസിഫിക് ടാസ്ക്, നമുക്കൊരു സ്പെസിഫിക് ടാസ്ക് പ്രോഗ്രാമിൽ മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യാം. ക്ലിയർ? യെസ്. നെക്സ്റ്റ് write an example of ternary operator. Ternary of an example ആണ് കണ്ടീഷൻ ആണ്. കണ്ടീഷണൽ ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്റർ. ടെർണറി ഓഫ് എക്സാമ്പിൾ ആണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ അല്ലെ. യെസ്, ഓർത്തിരിക്കാം. നെക്സ്റ്റ് റൈറ്റ് ദ യൂസ് ഓഫ് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. എന്താണ് ബ്രേക്ക് കണ്ടിന്യൂ ഡിഫറൻസ്? എന്താ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ? ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഓക്കെ, ബ്രേക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഈ പറഞ്ഞ നമ്മുടെ ലൂപ്പിന്റെ ബ്ലോക്കിൽ നിന്നോ അല്ലെങ്കിൽ സ്വിച്ചിന്റെ ബ്ലോക്കിൽ നിന്നോ നമുക്ക് എക്സിറ്റ് ആവാൻ സഹായിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. എന്താണ് കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ? നമുക്ക് നെക്സ്റ്റ് ഐട്രേഷനെ ഫോഴ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ഐട്രേഷനെ ഫോഴ്സ് ചെയ്യാം. ഓക്കെ, അതിനുപയോഗിക്കുന്നത് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് അല്ലെ. യെസ്, ഓർത്തിരിക്കാമല്ലോ. നെക്സ്റ്റ് വെക്കാം. വാട്ട് ഈസ് MD ടാഗ് ആൻഡ് കണ്ടെയ്നർ ടാഗ്? എന്താണ് MD ടാഗ് എന്ന് പറയുമ്പോൾ? MD ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു ടാഗിന് ഓപ്പണിംഗ് ടാഗ് മാത്രമേ കാണത്തുള്ളൂ, ക്ലോസിംഗ് ടാഗ് കാണത്തില്ല. ഫോർ എക്സാമ്പിൾ സാറ് വയ്ക്കും. എന്താണ് അപ്പൊ MD ടാഗിന് എക്സാമ്പിൾ സാറ് പറയാമോ? അനസ് എന്ന് പറയാമോ? അനസ് പറയും എന്താണ്? BR ടാഗ്, ഇറ്റ് ഇസ് എ MD ടാഗ്. ദെൻ കണ്ടെയ്നർ ടാഗ് എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ടെയ്നർ ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു ടാഗിന് ഓപ്പണിംഗ് ടാഗ് ഉണ്ട്, ക്ലോസിംഗ് ടാഗ് ഉണ്ട്. അതിനെന്ത് വിളിക്കാം? കണ്ടെയ്നർ ടാഗ് എന്ന് വിളിക്കാം. കണ്ടെയ്നർ ടാഗ് എന്ന് വിളിക്കാൻ പറ്റും അല്ലെ. കണ്ടെയ്നർ ടാഗ് എന്ന് വിളിക്കാൻ പറ്റും. യെസ്, കണ്ടെയ്നർ ടാഗ് എന്ന് വിളിക്കാൻ പറ്റും. നെക്സ്റ്റ് അടുത്തത് ലിസ്റ്റ് ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ്. ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് നമുക്ക് ഇടാം.
ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കുന്നു. ദെൻ BG കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നു. ദെൻ ടെക്സ്റ്റിന് കളർ കൊടുക്കുന്നു. ദെൻ അടുത്ത് നമുക്ക് ലിങ്ക്, A ലിങ്ക്, V ലിങ്ക് അല്ലോ, ലിങ്ക്സിന് കളർ കൊടുക്കുന്നു. നെക്സ്റ്റ് ലെഫ്റ്റ് മാർജിൻ ടോപ്പ് മാർജിൻ അല്ലേ. അപ്പൊ അതൊക്കെ സാറിന് പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് അടുത്ത് നോക്കാം, വാട്ട്സ് ദ പോർട്ട് നമ്പർ ഓഫ് HTTPS. നമ്മുടെ ഈ പറഞ്ഞ സർവീസസ് അതിന്റെ പോർട്ട് നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 443 HTTPS പോർട്ട് നമ്പർ. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. നെക്സ്റ്റ് ലിസ്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിസ്റ്റ് ഇൻ HTML ലിസ്റ്റുകൾ മക്കളെ കേടാം. അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ്, definition list. Okay, definition list. Okay, yes. Next, which tag is used to insert image? Image insert ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗ് എന്തുവാടാ? IMG ടാഗ് അല്ലെ. IMG ടാഗ് ആണ് ഇമേജ് ഇൻസെർട്ട് ചെയ്യാൻ ടാഗ്. യെസ്, ഓർത്തിരിക്കാമല്ലോ. യെസ്, നെക്സ്റ്റ് എടുത്ത് നോക്കാം. വാട്ട് ആർ ദ മെയിൻ വാല്യൂസ് ഓഫ് ടൈപ്പ് ആട്രിബ്യൂട്ട് ഇൻ ഇൻപുട്ട് ടാഗ്? ഇൻപുട്ട് ടാഗിനകത്തുള്ള ഒരു മെയിൻ ആട്രിബ്യൂട്ട് ആണ് ടൈപ്പ് ആട്രിബ്യൂട്ട്. അതിന്റെ വാല്യൂസ് ഏതൊക്കെയാണ്? ടെക്സ്റ്റ്, പാസ്വേഡ്, ദെൻ അടുത്ത എന്താടാ? ചെക്ക് ബോക്സ്, റേഡിയോ, ബട്ടൺ, സബ്മിറ്റ്, റീസെറ്റ് അല്ലേ. യെസ്, ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ്, വിച്ച് ടാഗ് ഈസ് യൂസ്ഡ് ഫോർ ഹൈപ്പർ ലിങ്കിന് ഉപയോഗിക്കുന്ന ടാഗ് എന്തുവാ? ആങ്കർ ടാഗ് അഥവാ A ടാഗ്. അതിന്റെ മെയിൻ ആട്രിബ്യൂട്ട്. അപ്പം ആങ്കർ ടാഗ് പറയുമ്പോൾ സാറ് ചോദിക്കും അതിനകത്തൊരു മെയിൻ ആട്രിബ്യൂട്ട് ഉണ്ടല്ലോ, ആട്രിബ്യൂട്ട് പേരെന്ന് പറയാമോ താങ്കൾക്ക് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് പറയണം? HREF. ഓക്കെ, അപ്പൊ എന്താണ്, നമുക്ക് ഒരു കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, എപ്പോഴും ഒരു കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇങ്ങനെ എന്താണ് ഈ വൈവ ക്വസ്റ്റ്യൻസിൽ വരുന്നത് കേട്ടോ. അല്ല വേറെ ഒന്നുമില്ല സാർ, തമാശ പറഞ്ഞൊന്നുമല്ല, സീരിയസ്ലി പറഞ്ഞു, നമ്മുടെ വൈവ അനുഭവങ്ങൾ കൊണ്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് HREF ആണ് മെയിൻ ആട്രിബ്യൂട്ട്. നെക്സ്റ്റ് DDL കമാൻഡ്സ് അയക്കണം. SQLിനകത്തുള്ള ക്വസ്റ്റ്യൻസ് പറയുകയാണ്. DDL കമാൻഡ്സ് അയക്കാണ്. DDL കമാൻഡ്സ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ്. മക്കളെ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഇതിന് വേറെ ക്വസ്റ്റ്യൻസും വരാം കേട്ടോ. വേറെ ഇനി ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഇപ്പൊ DML കമാൻഡ്സ് വേണമെങ്കിൽ വരാം, ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് വരാം, വൈ ലൂപ്പിന്റെ സിന്റാക്സ് വേണമെങ്കിൽ വരാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ രീതികളാണ് കേട്ടോ. എന്ത് ക്വസ്റ്റ്യൻസും ചോദിക്കാം, അത് സാറിന്റെ ഇഷ്ടമാണ്. എന്ത് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ വോയിസ് ഇതിലാണ്, അല്ല ജനറൽ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങളുടെ പഠിത്ത റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതിലൊരു കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ പഠിച്ചുകൊണ്ട് പോവാ. ഓക്കെ, നെക്സ്റ്റ് ന്യൂമറിക്കൽ ഡേറ്റ ടൈപ്സ് ഇൻ SQL ന്യൂമറിക്കൽ ഡേറ്റ ടൈപ്സ് നോക്കിക്കടാ. ഇൻറ്റും ഡെസിമൽ അല്ലേ. ഓക്കെ, ഡെസിമൽ, സൈസ്, കോമഡി. ഓക്കെ, നെക്സ്റ്റ് വിച്ച് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ പാറ്റേൺ മാച്ചിങ്? പാറ്റേൺ മാച്ചിന് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ എന്താണ് മക്കളെ? ലൈക്ക് ഓപ്പറേറ്റർ അല്ലേ, ലൈക്ക് ഓപ്പറേറ്റർ. നെക്സ്റ്റ് വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ഫോർ ചേഞ്ച് കോളം വാല്യൂ? കോളം വാല്യൂ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡ് എന്തുവാണ് മക്കളെ? വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ഫോർ ചേഞ്ച് കോളം വാല്യൂ? ഏതാണ്? അപ്ഡേറ്റ് കമാൻഡ് അല്ലേ, അപ്ഡേറ്റ് കമാൻഡ്. അപ്പോൾ സാർ ചോദിക്കും ഈ അപ്ഡേറ്റ് കമാൻഡ് ഏത് എലമെന്റ് മക്കളെ, ഏത് ടൈപ്പ് എലമെന്റ് ആണ് മക്കളെ? DDL ആണോ DML ആണോ മക്കളെ? DML കമാൻഡ് ആണ്. ഏത് ടൈപ്പ് കമാൻഡ് മക്കളെ? DML കമാൻഡ് ആണ്. ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആയിട്ടുള്ള കമാൻഡ് കേട്ടോ. ഓർത്തിരിക്കാമല്ലോ മക്കളെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഇനി പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ഇങ്ങനെ ഈ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ വൈവയിൽ വരുന്നത്. കാരണം ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒത്തുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളുടെ ഔട്ട് ഓഫ് സിലബസ് ചോദിക്കത്തില്ല. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ പ്രോഗ്രാംസ് C++, HTML ആണെങ്കിൽ C++, HTML മാത്രമേ ചോദിക്കത്തുള്ളൂ. ദെൻ C++, SQL ആണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് C++ ചോദിച്ചിരിക്കും കേട്ടോ. C++ ചോദിച്ചിരിക്കും, HTML ഓർ SQL ആയിരിക്കും വരുന്നത്. അപ്പൊ SQL ചോദിക്കുവാണെങ്കിൽ SQL C++ലെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ആയിരിക്കും വരുന്നത് കേട്ടോ. സോ എന്ത് ചെയ്യും, എല്ലാവരും അടിപൊളിയായിട്ട് പോയി പരീക്ഷ എഴുതുക. ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഫ്രീ ആയിട്ട്. കാരണം നിങ്ങൾ പഠിച്ചതേ ചോദിക്കത്തുള്ളൂ, റെക്കോർഡിലുള്ള പ്രോഗ്രാംസ് ചോദിക്കത്തുള്ളൂ. അല്ലാതെ അവിടെ ഇവിടെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കേണ്ട കാര്യം, റെക്കോർഡിലുള്ള പ്രോഗ്രാംസ് മാത്രം പഠിക്കുക, നിങ്ങളുടെ സ്കൂളിൽ തന്നിട്ടുള്ള പ്രോഗ്രാംസ് മാത്രം പഠിക്കുക. അപ്പൊ ഓക്കെ, ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും.